സഹകരണ എക്സ്പോയുടെ വിശേഷങ്ങളുമായി എക്സ്പോ ടുഡേ ആരംഭിക്കുകയാണ്. സഹകരണ എക്സ്പോ അതിൻ്റെ മഹത്തായ ബൃഹത്തായ 4ാം ദിവസത്തിലേക്ക് കടന്നു കഴിഞ്ഞു. ഏറെക്കുറെ അതിൻ്റെ സ്റ്റാളുകൾ സജീവമായിരുന്നു. ആളുകളുടെ ഒഴുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതുപോലെ തന്നെ അഭൂതപൂർവമായ അതിനപ്പുറമാണെന്ന് തോന്നുന്നു. ഒരു പക്ഷേ ദിനം പ്രതി ആളുകളുടെ വരവ് ഓരോ പ്രദേശത്തു നിന്നും കൂടുകയാണ്. നമുക്ക് എല്ലാ സ്റ്റാളിലും അത് കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഹൈലൈറ്റ്സ് എന്തൊക്കെയാണ് ഷാഫി? അതായത് ഇന്ന് നമ്മുടെ സഹകരണ വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ ഇന്നിവിടെ എത്തിയിരുന്നു. അദ്ദേഹം 2ാം തവണയാണ്. അതെ, 2ാം തവണ. അപ്പം ഇതിനകത്തൊരു കാര്യമെന്ന് വെച്ചാൽ ഒരു വകുപ്പ് മന്ത്രി കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരു എക്സ്പോ, അങ്ങനെ തോന്നിയില്ലേ? അതെ, അതായത് മന്ത്രിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ പൂർണ്ണ സമയവും മുഴുവൻ സമയവും കാര്യങ്ങൾ ക്രമീകരിച്ച് കൊണ്ടുപോകുന്നു. അതിൻ്റെ ഭാഗമായി അദ്ദേഹം എത്തുന്നു, എല്ലാ സ്റ്റാളുകളിലും എത്തുന്നു, സന്ദർശിച്ചിടം വീണ്ടും സന്ദർശിക്കുന്നു, ആൾക്കാരെ കാണുന്നു, പരിചയങ്ങൾ. അപ്പം അങ്ങനെ പോകുമ്പോൾ ഇതിനകത്ത് പറയേണ്ട ഒരു കാര്യം, ഈ വകുപ്പിൻ്റെ രജിസ്ട്രാർ, അഡീഷണൽ രജിസ്ട്രാർ, അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള എല്ലാവരും ഇവിടെ മുഴുവൻ സമയം നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പം മന്ത്രി വന്നപ്പോൾ തന്നെ ഇവരെല്ലാവരും ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. അതെ അതെ. മിനിസ്റ്റർ കേരള ബാങ്കിൻ്റെ പവലിയൻ സ്റ്റാൾ സന്ദർശിച്ചു. അതിവിപുലമായ ഒരു പവലിയനാണ് ശരിക്കും അവിടെ ഉള്ളത്. അപ്പോൾ കാര്യമാത്ര പ്രസക്തമായ ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം ഇന്ന് പറയുകയുണ്ടായി. അവിടെ പറഞ്ഞല്ലേ, മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ചാണെന്ന് തോന്നുന്നത്. അതെ അതെ. ഇപ്പോൾ ഈ കോവിഡ് ക്രൈസിസിനെ മറികടക്കാനുള്ള പ്രത്യേക പാക്കേജുകൾ, വീതി നമ്പർ 1 നിക്ഷേപ സമാഹരണ ക്യാമ്പയിൻ ഒക്കെ നേരത്തെ തുടങ്ങിയിരുന്നു. അത് പൂർണ്ണമായി അതിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് എത്തി. പ്രവർത്തന ലാഭം ഒക്കെ എല്ലാ വർഷവും ബാങ്കിനെ സംബന്ധിച്ച് അതിങ്ങനെ തുടർന്നുകൊണ്ട് പോകാൻ സാധിക്കുന്നുണ്ട്. അതടക്കം നിരവധി വിഷയങ്ങളിൽ അദ്ദേഹം പറഞ്ഞു. ഈ PSCക്ക് വിട്ടിട്ട് നിയമനങ്ങളുടെ കാര്യം എന്തോ പറയുന്നുണ്ടായിരുന്നു. നിയമനങ്ങൾ PSCക്ക് വിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള സുപ്രധാനമായ പ്രസ്താവനയോടെ വെച്ചുണ്ടായിരുന്നു. കാണാം. കേരള ബാങ്ക് അതിൻ്റെ പ്രവർത്തന ചരിത്രത്തിൽ അഭിമാനകരമായ പുരോഗതി നേടി. വീതി നമ്പർ 1 ക്യാമ്പയിൻ ഏറ്റവും വിജയകരമായിരുന്നു എന്നതാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. 2 മാസക്കാലം നീണ്ടുനിന്ന ഒരു ക്യാമ്പയിനായിരുന്നു സംസ്ഥാനത്തൊട്ടാകെ വീതി നമ്പർ 1 ക്യാമ്പയിൻ്റെ ഭാഗമായി നടന്നത്. കേരള ബാങ്കിന് നിലവിൽ 769 ശാഖകൾ. മലപ്പുറം കൂടി വരുന്നതോടുകൂടി ശാഖകളുടെ നമ്പറുകൾ വർദ്ധിക്കും. സ്ഥാപനങ്ങൾ മുഴുവൻ PSCക്ക് വിട്ട് ഇന്നത്തെ മാധ്യമങ്ങളിൽ വാർത്ത വന്നിട്ടുണ്ട്. 1000-ഓളം വേക്കൻസി പ്രതീക്ഷിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് PSCക്ക് കേരള ബാങ്ക് കൈമാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നിലവിൽ 500 താഴെ ഓൾറെഡി വേക്കൻസി ഉണ്ട്. അതിൻ്റെ പ്രൊമോഷൻ എല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. സമീപകാല ഭാവിയിൽ വരാനിടയുള്ളതോട് കൂട്ടി പ്രതീക്ഷയോടുകൂടി ഞങ്ങളിപ്പോൾ PSCക്ക് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇന്നത്തെ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസമേ നമ്മുടെ ഈ മേളയുടെ താരമായി മാറിയ അഞ്ചൻ ഭിന്നശേഷിക്കാരൻ ആയത്. ഇന്നലെയാണ് കുട്ടി ഇവിടെ എത്തിയിരുന്നത്. ഇന്ന് മന്ത്രി എത്തിയപ്പം അദ്ദേഹത്തിൻ്റെ ഒരു കാരിക്കേച്ചർ വരച്ചു. അതൊന്ന് കാണാം. ഈ അട്ടപ്പാടി ഫാർമേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു സ്റ്റാളുണ്ട്. ശരിക്കും അവിടെ നിരവധി വ്യത്യസ്തമായ വിഭവങ്ങളുണ്ട്. ഈ വനവിഭവവുമായൊക്കെ ബന്ധപ്പെട്ട് ഏലക്ക, ഗ്രാമ്പു, ശുദ്ധമായ കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതൊക്കെ നമ്മുടെ ഈ വിപണിയിൽ കിട്ടുന്നതല്ല. ശരിക്കും അവരുടെ ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റാണ്. അതിന് ചില കാരണങ്ങൾ കൂടിയുണ്ട്. അതിപ്പോൾ ഞാൻ രാവിലെ നേരിട്ട് പോയപ്പോൾ എനിക്കത് മനസ്സിലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ ആരും കാണിച്ചായിരുന്നല്ലോ.
ഏലക്ക എടുത്തിട്ട് കാണിച്ചാൽ ഏലക്ക എടുത്ത് കാണിച്ചത്. അതെ, അപ്പോൾ സാധാരണ നമ്മൾ ഈ കടകളിൽ നിന്ന് കിട്ടുന്ന ഏലക്ക പച്ച ഏലക്കയാണ്. അത് ഈ ഡ്രയറിൽ വെച്ച് ഉണക്കുമ്പോഴാണ് അങ്ങനെ വരുന്നത്. പക്ഷേ ഇത് വെയിലത്തിട്ട് ഉണക്കിയാണ് എടുക്കുന്നത്. അതിൻ്റെ പുറം ഒരു ചെറിയ കറുപ്പ് പോലെയാണെങ്കിൽ പോലും അത് ഈ ജൈവ രാസകീടനാശിനികളൊന്നും ഉപയോഗിക്കാതെ വെയിലത്തിട്ട് ഉണക്കി ശുദ്ധമായി ഉണ്ടാക്കുന്നതാണ്. അങ്ങനെയാണ് അവരുടെ എല്ലാ പ്രോഡക്റ്റും വ്യത്യസ്തമാണ്. അതെ, അവിടെ ചെന്നിട്ട് ഇതെല്ലാം നമ്മളൊന്ന് പരിചയപ്പെടാൻ പോയപ്പോൾ തന്നെ നമുക്ക് നേരിട്ട് മനസ്സിലായി. അപ്പം നമുക്ക് കാണിച്ചു കൊടുക്കാറില്ലേ? അതായത് നമ്മൾ അവിടെ 1260 ഹെക്ടർ ഭൂമിയിൽ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങളാണ്, എല്ലാം ഓർഗാനിക്കാണ്. നാച്ചുറലായി അവിടെ രാസവളങ്ങളോ മരുന്നുകളോ ഒന്നും അടിക്കാതെ എടുക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ കേരളത്തിലും അതേപോലെ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലൈസൻസ് ഇപ്പോൾ നമ്മൾ 8 എംബസികളിൽ കൊടുക്കുന്നുണ്ട്. നല്ല ഒറിജിനലായ സാധനങ്ങൾ അതിൻ്റെ അകത്ത്. അപ്പോൾ അത് നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു കാപ്പിപ്പൊടി അല്ലേ? ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇതിൻ്റെ അകത്ത് സാർ നമ്മൾ വന്നിട്ട് രാസവളങ്ങളോ വേറെ മരുന്ന് തളിക്കലോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. നാച്ചുറലായിട്ട് കിട്ടുന്ന കാപ്പിപ്പരിപ്പെടുത്ത് നമ്മൾ ശുദ്ധീകരിച്ച് നമ്മുടെ മില്ലിംഗ് പ്രോഡക്റ്റിൽ തന്നെ പൊടിച്ചെടുക്കുന്ന നാച്ചുറലായി. ഇതിൻ്റെ അകത്ത് ചിക്കറിയോ വേറെ ഒരു സാധനങ്ങളും ചേർക്കാൻ നാച്ചുറലായ നാടൻ കാപ്പിപ്പൊടിയാണ്. ഈ കിറ്റ്കോയുടെ പവലിയൻ, കിറ്റ്കോയുടെ സ്റ്റോൾ ശരിക്കും ടൂറിസം സാധ്യതകൾ, ടൂറിസം സ്പോട്ടുകൾ അടയാളപ്പെടുത്തുന്ന പ്രാദേശിക തലത്തിൽ. അതായത് അവർ എനിക്ക് തോന്നുന്നു ഈ സഹകരണ സംഘങ്ങൾ കേന്ദ്രീകരിച്ചാണത്. സഹകരണ സംഘങ്ങൾ കേന്ദ്രീകരിച്ചിട്ട് ഈ പ്രാദേശികമായി ഓരോ സ്ഥലത്തുള്ള ടൂറിസങ്ങളെ കൊണ്ടുവരിക, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. രാവിലെ ആ സ്റ്റോളിൽ പോയപ്പോൾ എനിക്കത് മനസ്സിലായത്. അവർ കുറേ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞത്. വിപുലമായ സാധ്യതകളാണ് ഈ പ്രാദേശിക അടിസ്ഥാനത്തിലുള്ളത്. ഞങ്ങൾ ഒരു ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഇന്നിവിടെ നമ്മളുടെ ഒരു പ്രത്യേക ദൗത്യം എന്ന് പറയുന്നത് ഒരു സഹകരണ സ്ഥാപനത്തിൻ്റെ അകത്ത് ഓരോ ഗ്രാമത്തിൽ ഓരോ ടൂറിസം കേന്ദ്രം, വിനോദസഞ്ചാര കേന്ദ്രം ഉണ്ടാക്കുക. ഞങ്ങൾ അവിടെ ചെന്ന് ഓരോ ഗ്രാമത്തിൻ്റെ എന്തൊക്കെ ചെയ്യാൻ കഴിയും അതിൻ്റെ പ്രായോഗികത മനസ്സിലാക്കി അതിനെ ഓരോ ഡെസ്റ്റിനേഷനായിട്ട് ഡെവലപ്പ് ചെയ്യലാണ് നമ്മുടെ ജോലി. ഷാഫി, എനിക്ക് തോന്നുന്നു നമ്മൾ കേരള ബാങ്കിനെ കുറിച്ച് വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കണം. കാരണം കേരളത്തിൻ്റെ ധനവിനിമയ രംഗത്ത് കേരളത്തിൻ്റെ സ്വന്തം ബാങ്ക്, ഒരു ബദൽ മാർഗം സൃഷ്ടിച്ച ബാങ്കാണ് ശരിക്കും കേരള ബാങ്ക്. അത് നമ്മൾ അവിടെ പോയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. അതെ അതെ അതെ. കേരള ബാങ്ക് കേരളത്തിന്റെ ബാങ്കിംഗ് രംഗത്ത് സമൂലമായ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ബാങ്കിംഗ് രംഗത്ത്, ധനവിനിയോഗ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ സ്വന്തം ബാങ്ക്, കേരള ബാങ്കിൻ്റെ എക്സ്പോയിലെ പവലിയന് മുന്നിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. കാണാൻ ചിലതുണ്ട്, കേൾക്കാൻ അതിലധികം ഉണ്ടല്ലേ. അപ്പോൾ നമ്മളോടൊപ്പം നമ്മുടെ ഈ കേരള ബാങ്കിൻ്റെ GM ഇവിടെ ഉണ്ട്. അദ്ദേഹത്തോട് കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കണം. എന്താണ് ഈ സംഗതി എന്ന്. കേരള ബാങ്കിനെ കുറിച്ച് ആദ്യമായിട്ട് പറയാം. കേരള ബാങ്ക് സംസ്ഥാന സഹകരണ ബാങ്ക്, ഷെഡ്യൂൾ ബാങ്ക് ആയ അപ്പക്സ് ബാങ്കായ അതിനോടൊപ്പം കേരളത്തിലെ 13 ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾ 29/11/2019 മെർജിച്ചിട്ട് ഇതിനോടൊപ്പം ചേരുകയും കേരളത്തിലെ വലിയ രണ്ടാമത്തെ ഷെഡ്യൂൾ ബാങ്കായിട്ട് മാറുകയാണ് ഉണ്ടായത്. ഇന്ന് കേരളത്തിൽ 769 ബ്രാഞ്ചുകളാണ് നമുക്ക് കേരള ബാങ്കിനുള്ളത്. അതൊപ്പം തന്നെ കേരളത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റുള്ള ബാങ്കുകൾ ലാഭ ഇച്ഛയോടുകൂടി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ തികച്ചും സേവന താല്പര്യത്തോടുകൂടി സമൂഹത്തിൻ്റെ സർക്കാരിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെ ആണുള്ള പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. പ്രസക്തമായ വിഷയങ്ങളിൽ സെമിനാറുകൾ നടന്നു, വിദഗ്ധർ പങ്കെടുക്കുകയും ചെയ്തു. 2 സെമിനാറാണല്ലേ? രാവിലെയും ഉച്ചയ്ക്കുമായിട്ടാണ് 2 സെമിനാർ നടന്നത്. അത് ഈ ഉച്ച കഴിഞ്ഞുള്ള സെമിനാറിൽ നമ്മുടെ മന്ത്രി ചിഞ്ചുറാണി പങ്കെടുത്തിരുന്നു. അപ്പം സെമിനാറിൻ്റെ വിഷയങ്ങൾ ഇതൊക്കെയായിരുന്നു. അതായത് കൺസ്യൂമർ മേഖലയിൽ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഇടപെടൽ, അതിൻ്റെ പ്രശ്നങ്ങളും സാധ്യതകളും എന്നുള്ളതായിരുന്നു രാവിലത്തെ വിഷയം. അതിനുശേഷം സ്ത്രീ ശാക്തീകരണത്തിനും വരുമാന വർധനവിനും സഹകരണ മേഖലയുടെ ഇടപെടൽ, അതിനെ ആസ്പദമാക്കിയുള്ള 2 വിഷയങ്ങളായിരുന്നു സെമിനാർ നടന്നത്. അപ്പം എല്ലാ ദിവസങ്ങളിലും നമ്മുടെ എക്സ്പോയിൽ സെമിനാറുണ്ട്. ഈ സെമിനാർ 3 മണിക്കൂറിലധികമാണ് എല്ലാ സെമിനാറുകളും ഉള്ളത്. അപ്പം ഇന്നും അത് 3-3.5 മണിക്കൂറാണ് സെമിനാർ നീണ്ടത്. സമയത്തായിരിക്കും അല്ലേ? അതെ. അത്തരം കാര്യങ്ങളിൽ നമ്മൾ സഹകരണ ഡിപ്പാർട്ട്മെൻറ്റെയും ശ്രദ്ധ ക്ഷണിക്കുകയാണ്. കൂടാതെ നമ്മുടെ വേറൊരു പ്രതിസന്ധി, സഹകരണ മേഖലയിൽ പല മേഖലകളിലും സ്വന്തമായി തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള സഹകാരികൾ ആയ ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, രണ്ടാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ 100 ദിന കർമ്മപരിപാടിയുടെ ഭാഗമായിട്ട് ഇവിടെ സംഘടിപ്പിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന എക്സ്പോ അത് വലിയ ഒരു സംഭവമായി തന്നെ ഇതിനകം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മുടെ സഹകരണ
എക്സ്പോ കഴിഞ്ഞ 18-ാം തീയതി ആരംഭിച്ചതാണ്. ഈ 25-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഒരു എക്സ്പോ ആണ് ഇന്നിവിടെ സംഘടിപ്പിക്കപ്പെട്ടത്. നമുക്കറിയാം, കേരളത്തിൽ സഹകരണ പ്രസ്ഥാനം ഇന്ന് വളരെയധികം മുൻപന്തിയിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു എക്സ്പോ വളരെ വിപുലമായ നിലയിൽ സംസ്ഥാന അടിസ്ഥാനത്തിൽ ഇന്ന് എറണാകുളത്ത് സംഘടിപ്പിക്കപ്പെട്ടത്. ഇന്ന് കേരളത്തിലെ സമസ്ത മേഖലകളിലും പ്രവർത്തിക്കുന്ന, കേരളത്തിൻ്റെ വികസനത്തിൽ സുപ്രധാനമായ പങ്ക് വഹിക്കുന്ന ഒന്നാണ് നമ്മുടെ സഹകരണ മേഖല. വായ്പാ വിതരണ രംഗത്തും നിക്ഷേപ സമാഹരണത്തിനും കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ഇന്ത്യക്ക് തന്നെ മാതൃകയാണ്. ഗ്രാമതലങ്ങളിൽ സഹകരണ ബാങ്കുകൾ. നമ്മുടെ ഈ എക്സ്പോയിലെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും പുസ്തക പ്രകാശനവും. അത് ഇന്ന് പതിവ് പോലെ അത് ഇവിടെ നടന്നിരുന്നു. അതെ, ഇന്ന് ഏറ്റവും ശ്രദ്ധേയമായൊരു പുസ്തകം. ഇപ്പോൾ 2 രാജ്യങ്ങളുടെ ദേശീയതയുടെ കഥ, ദേശീയത പറയുന്ന പുസ്തകമാണ്. അതിൻ്റെ കഥ പറയുന്നത് ഹാപ്പി മോഹൻ രചിച്ച, ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും അതിർത്തികളിലൂടെ സഞ്ചരിച്ച് എഴുതിയ പുസ്തകമാണ് നിയന്ത്രണ രേഖ. ഈ പുസ്തകം ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു പുസ്തകമാണ്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു അറിവാണ്. അതിനെപ്പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും അതീവ ശത്രുത വെച്ച് പുലർത്തുന്ന 2 രാജ്യങ്ങളാണ്. ഈ 2 രാജ്യങ്ങൾക്കുമിടയിൽ നിയന്ത്രണ രേഖ എന്നൊരു പ്രദേശമുണ്ട്. ഇനിയിപ്പോൾ വൈകിട്ടത്തെ അതിവിപുലമായ മനോഹരമായ കലാസന്ധ്യയാണല്ലേ. അപ്പോൾ ഊരാളി എക്സ്പ്രസിൻ്റെ ബാൻഡാണ് അത്. തൃശ്ശൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നാടക സംഗീത കലാരൂപങ്ങളുടെ ഒരു കോർഡിനേഷനാണ്. അത് ശരിക്കും ഏറെ ജനപ്രീതി ആർജിച്ച, ജനസമ്മതി നേടിയ ഒന്നാണ്. സാമൂഹിക വിമർശനം, അതാണ് സാമൂഹിക വിമർശനത്തിലൂടെയൊക്കെ വളരെ ശ്രദ്ധേയമാണ്. കാരണം അവരത് വളരെ മനോഹരമായി തങ്ങളുടെ കലാരൂപങ്ങളിലൂടെ അവതരിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ജനവിഭാഗത്തെ നമുക്കവിടെ കാണാനും പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു ഇതേപോലെ ഒരു ബാൻഡിൻ്റെ അല്ലേ. അപ്പോൾ അതിനേക്കാളിൽ ഊർജ്ജം ഇന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. എന്താണ്